നമസ്കാരം, തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. വാതക ശ്മശാനം ഈ വർഷമെങ്കിലും പൂർത്തിയായേക്കുമെന്ന കാത്തിരിപ്പിലാണ് തിരുവല്ല താലൂക്കിലെ കടപ്ര പഞ്ചായത്ത് നിവാസികൾ. ബർണർ കൂടി സ്ഥാപിച്ചാൽ പ്രവർത്തനം തുടങ്ങാമെന്ന ഘട്ടത്തിൽ നിലച്ചതാണ് പരുമലയിലെ ശ്മശാനത്തിന്റെ പണി. ഓഡിറ്റ് വിഭാഗം ക്രമക്കേട് കണ്ടെത്തിയതോടെയാണ് നിർമ്മാണം നിലച്ചത്. തിരുവനന്തപുരം റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് പരിശോധന നടത്തിയതിന്റെ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ. നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യത്തിന് അംഗീകാരമായി കടപ്ര പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പരുമലയിലെ ഭൂമിയാണ് ശ്മശാനം നിർമ്മിക്കാൻ തുടങ്ങിയത്. 2016-17 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ അനുവദിച്ചു. ഒരേ സമയം 6 മൃതദേഹങ്ങൾ വരെ സംസ്കരിക്കാവുന്ന രീതിയിൽ നിർമ്മാണം തുടങ്ങിയ ശ്മശാനത്തിന്റെ നിർമ്മാണത്തിലെ താളപ്പിഴവാണ് വിനയായത്. പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കടപ്ര പഞ്ചായത്തിന്റെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപയ്ക്കാണ് പദ്ധതി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. സ്വകാര്യ സ്ഥാപനത്തിനായിരുന്നു നിർമ്മാണ ചുമതല. ഇവരിൽ നിന്ന് സിവിൽ ജോലികൾ ഏറ്റെടുത്ത മറ്റൊരു സ്ഥാപനം നിർമ്മാണത്തിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം ഉയർന്നു. 2 തവണയായി കരാറെടുത്ത സ്ഥാപനത്തിന് പഞ്ചായത്ത് 16 ലക്ഷം രൂപ കൈമാറി. പിന്നീട് നടന്ന ഓഡിറ്റിൽ ഇത്രയും തുകയുടെ നിർമ്മാണം നടന്നിട്ടില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് ക്രമക്കേട് പുറത്തായത്. അതോടെ പണികൾ നിർത്തി. വിശദമായ പരിശോധനയ്ക്ക് പഞ്ചായത്തിന് നിയമസഭ സബ്ജക്ട് കമ്മിറ്റിയുടെ നിർദ്ദേശം വന്നു. നിർമ്മിച്ച കെട്ടിടത്തിന് ബലവത്തായ അടിത്തറ പോലുമില്ലെന്നാണ് പ്രാഥമിക നിഗമനം. സബ്ജക്ട് കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധന നടന്നത്. നിലവിൽ താഴെ പൂട്ടിയ നിലയിലാണ് ശ്മശാനം. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ബാക്കി പണം കൂടി കണ്ടെത്തി നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.